ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ തിബിലിസിലെത്തി. ഇന്ന് മുതൽ നമ്മുടെ ടൂർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ. ഹോസ്റ്റൽ റൂമാണ്. ഏകദേശം 30 റിയാൽ ഇതിന് വരുന്നുള്ളൂ. അതുപോലെ തന്നെ നല്ലൊരു വ്യൂവും കാര്യങ്ങൾക്കാണ് നമുക്കിവിടെ ഉള്ളത്. ആർക്കെങ്കിലും കോൺടാക്ട് നമ്പറൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ അയച്ചുതരാം. അപ്പോൾ ഏകദേശം സിറ്റിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഈ റൂമൊക്കെ ഉള്ളത്. ഇതിൻ്റെ താഴെ ഒരുപാട് വൈൻ ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് സിറ്റിയിലെ കാഴ്ചകളൊക്കെ കാണാം. അതിനു മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മളിപ്പോൾ തിബിലിസി സിറ്റിയിലാണുള്ളത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന പച്ച ബസ്സാണ് ഇവിടുത്തെ ലോക്കൽ ബസ്. ഈ ചുവപ്പ് ബസ് ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ്സാണ്, നമ്മളെ ദുബായിലൊക്കെ ഉള്ള മാതിരി. പക്ഷേ ഇതിന് 100 ലാറിയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ലോക്കൽ ബസ് കയറുകയാണെങ്കിൽ 1 ലാറി ഉള്ളൂ നമുക്ക് ഇവിടെ കറങ്ങാൻ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ സിറ്റി ബസ് കയറിയാലും നമുക്ക് ഇതുപോലുള്ള കാഴ്ചകൾ കാണാം. അതല്ലെങ്കിൽ നമ്മൾ നടന്നിട്ടാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഫുള്ള് കാഴ്ചകൾ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് തിബിലിസിയിലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ആർട്ടാണ്. അതായത് പഴയ ഫാക്ടറികളിലെ ടൂൾസും ഇരുമ്പൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വൃക്ഷത്തിൻ്റെ ഒരു മോഡലും പിന്നെ ഒരു ഡോഗും പിന്നെ ഒരു ഇരിക്കാൻ പറ്റിയ ഒരു സീറ്റിങ്ങും നമുക്കിവിടെ കാണാം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ടാക്സി വിളിച്ചിട്ടാണ് ഈ വാട്ടർഫാൾ കാണാൻ പോകുന്നത്. നമുക്ക് പറ്റിയ ഫസ്റ്റ് മിസ്റ്റേക്കാണ്. അതായത് വലിയ ദൂരമൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ ഈ സ്ഥലത്തെ ഡെസ്റ്റിനേഷനിൽ എത്തുകയുണ്ടായി. ഏകദേശം എല്ലാ സ്ഥലങ്ങളും നമുക്ക് നടന്ന് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലുള്ള അറേഞ്ച്മെൻ്റാണ് ഇവിടെ മൊത്തത്തിൽ ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ വാട്ടർഫാൾ കാണാൻ പോകുന്ന ആ ഭാഗത്താണ് സുൽഫർ ബാത്ത്സ് ഉള്ളത്. സുൽഫർ ബാത്ത്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ അധികം അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ബാത്തിങ് ആണ് സുൽഫർ ബാത്ത്സ്. പിന്നെ അതുപോലെ തന്നെ ജുമാ മസ്ജിദ്, തിബിലിസിയിലെ ജുമാ മസ്ജിദ്, പിന്നെ അതുപോലെ തന്നെ ലവ് ബ്രിഡ്ജ് എല്ലാം നമ്മൾ ഈ പോകുന്ന ഭാഗത്താണ് ഉള്ളത്. ഈ ഭാഗങ്ങളൊക്കെ കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വാട്ടർഫാൾ കാണാൻ പോകുന്നത്. വളരെയധികം ക്ലീനും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു വഴിയാണ് ഈ വാട്ടർഫാളിലേക്ക് പോകുന്ന ഈ ഭാഗങ്ങളൊക്കെ. ഇതിൻ്റെ സൈഡുകളിലൊക്കെ ഒരുപാട് കോഫി ഷോപ്പുകളൊക്കെ നമുക്ക് കാണാം. ഈവനിങ്ങിലൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ തങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു തിരക്കില്ലാതെ നമുക്ക് പോകാൻ പറ്റുകയുണ്ടായി. പിന്നെ മാത്രമല്ല ഇതിൻ്റെ സൈഡുകളിലും മലകളുടെ മുകളിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ, മനോഹരമായിട്ടുള്ള ബിൽഡിങ്, പല കളറിലുള്ള ബിൽഡിങ്ങുകൾ, ഇതിൻ്റെ അടിച്ചുകളിൽ താങ്ങി നിർത്തിക്കൊണ്ടുള്ള ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ കാഴ്ച വളരെയധികം വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇത്. അങ്ങനെ നമ്മൾ ഏകദേശം ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ കാണുകയുണ്ടായി ഇവിടെ ക്ലോസ്ഡാണ്, ഇവിടുത്തെ എൻട്രി മൊത്തം ക്ലോസ്ഡാണ്. അപ്പോൾ അവിടെയുള്ള സ്ത്രീ പറഞ്ഞു നമ്മൾ ഈ അരുവി കടന്നാൽ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഈ അരുവി കടക്കാൻ പോകും. അങ്ങനെ ഫൈനലി നമ്മളിപ്പോൾ വാട്ടർഫാളിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തേക്ക് പോകുന്തോറും ഈ വെള്ളത്തിൻ്റെ സൗണ്ടും ഈ ഇവിടുത്തെ അരുവിയുടെ സൗണ്ടുകളൊക്കെ വളരെ മനോഹരമാണ് കേട്ടോ.
നമുക്ക് ഇവിടെ പിടിച്ച് നിർത്തും. അത്ര നല്ലൊരു സൗണ്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുഭാഗത്തുള്ള കാഴ്ചകൾ, ഈ മലയുടെ ഫുള്ളും 3 ഭാഗത്തും മലകളാണ്. അതുപോലെ തന്നെ മലയുടെ മുകളിലുള്ള ബിൽഡിങ്ങുകൾ, മലയുടെ ഇടിച്ചുകളിൽ താങ്ങി നിർത്തിക്കൊണ്ടുള്ള ഈ ബിൽഡിങ്ങുകൾ വളരെ രക്ഷയില്ലാത്ത കാഴ്ചയാണ്. അപ്പം നമുക്കിവിടെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണെന്ന് തന്നെ പറയാം. അപ്പം ട്ബിലിസിയിൽ വരുന്ന എല്ലാവരും മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്രദേശമാണ്. ഒരു മനോഹരമായിട്ടുള്ളൊരു പ്രദേശം തന്നെയാണ് ഈ വാട്ടർഫാൾ. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും ട്ബിലിസി സിറ്റിയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ കാണാം ഇവിടെ ബ്രിഡ്ജിൽ നമുക്ക് കാണാം ലവ് ബ്രിഡ്ജ് എന്ന് പറയും. അതായത് ലവേഴ്സ് വന്നിട്ട് അവരുടെ പേരൊക്കെ എഴുതിയിട്ട് ലോക്ക് ചെയ്ത് പോകുന്നൊരു സംഭവമാണ്. നമ്മൾ ദുബായിലുള്ളവർക്കൊക്കെ അറിയാം. അങ്ങനെ നമ്മൾ ട്ബിലിസി സിറ്റിയിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇവിടെയുള്ള പാർക്കിൽ ജസ്റ്റ് ഒന്ന് വിശ്രമിച്ചതിന് ശേഷമാണ് വീണ്ടും പോകാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ ഈ പോകുന്ന വഴിക്കലൊക്കെ ഒരുപാട് ജ്യൂസ് ഷോപ്പുകളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നട്ട്സിൻ്റെതും വളരെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് തന്നെ നമുക്ക് ചെറിയ പൈസക്ക് വാങ്ങാൻ പറ്റും. ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ ആണെങ്കിൽ ഒരു 5 ലാറി 7 ലാറിയൊക്കെ വരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ് ഐറ്റംസ്, നട്ട്സിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷനൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. Yes, pomegranate tea, yes, blueberry tea. These are all are leaves, right? This tea is leaf. only tea. This is Parnassus tea. Yes. Same like medicine. Pomegranate put in it. No, all are leaves. These all are nuts. This is walnuts, this hazelnuts, this inside dry fruit, walnuts mix. Outside this is honey and pomegranate juice. Only fruits, right? Nothing. Yes. Natural fruit No juice. meat and no pork. No meat and no pork. No, fruit juice and nuts. What about- natural candy. What about this one? This is dry fruit. Dry fruits. Dry fruit. This only Georgian traditional. This all are wine. Yes, this is one. Traditional original churchilla, this is grapes. Like this grape juice inside honey. Yes, Georgian natural honey. Jam. ട്ബിലിസി സിറ്റിയിലെ ഒരു പ്രത്യേക കാഴ്ചയാണ് ഇവിടുത്തെ കുറാ റിവറിൻ്റെ കാഴ്ചകൾ. ഇതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരു സ്റ്റോറിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്.